നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇറ്റാലിയൻ ലീഗ് സിരിയയിലും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലും ധാരാളം ഇൻട്രസ്റ്റിംഗ് മത്സരങ്ങളുണ്ടായിരുന്നു. ഒരു മാരത്തോൺ മാച്ച് തന്നെയായിരുന്നു. നമ്മൾ മാക്സിമം മാച്ച് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മാച്ചിനെ കുറിച്ചാണോ കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളത് അത് ഞാൻ ടൈം ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പോർഷൻ വേണേൽ സെലക്ട് ചെയ്ത് കേൾക്കാവുന്നതാണ്. നമ്മളാണെങ്കിൽ ഫസ്റ്റ് തന്നെ കവർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലെസ്റ്റർ സിറ്റി മാച്ചിനെ കുറിച്ചാണ്. ലെസ്റ്റർ സിറ്റി എവേ ആയിരുന്നു, ലെസ്റ്റർ സിറ്റിയുടെ ഹോം മാച്ച് ആയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ഒരു 2-0 വിക്ടറി നേടിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ സവീനോ, നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഗോളാണ് സവീനോ ഫസ്റ്റ് ഹാഫിൽ ഗോൾ നേടിയത്. സെക്കൻഡ് ഹാഫിൽ എർലിംഗ് ഹാളിന് ഗോളിന് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്ത സവീനോ ആണ്. ആ ഒരു 2-0 വിക്ടറി സിറ്റി നേടുകയുണ്ടായി. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കാനായിട്ടാണെങ്കിൽ സിറ്റി അണ്ടർഡോഗ് കളി കളിച്ചോ നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം 54% പൊസഷൻ ലെസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലായിരുന്നു. അതുപോലെ തന്നെ 3 ബിഗ് ചാൻസ് ആണ് ഇന്നലെ ലെസ്റ്റർ സിറ്റി മിസ് ചെയ്തത്. അപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റി 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 2 കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ പലപ്പോഴും ലെസ്റ്ററിന് ബോൾ കൊടുത്തിട്ട് സിറ്റി ഡിഫെൻഡ് ചെയ്യുകയും അതായത് സിറ്റി ട്രാൻസിഷനിൽ ലെസ്റ്ററിനെ നമുക്ക് ഹേർട്ട് ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ നിൽക്കുകയാണ്. നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരുന്നു ഒരു വിൻ മസ്റ്റ് ആണ് സിറ്റിക്ക് എന്നുള്ളത്. ഇന്നലെ മാച്ചിന് ശേഷം പെപ് ഗോർഡിയോള കുറച്ച് ഇമോഷണലും ആയിരുന്നു, നമുക്കത് കാണാമായിരുന്നു ഫാൻസിന്റെ അരികെയൊക്കെ ചെന്ന്. എന്തുമാത്രം ആ വിക്ടറി സിറ്റിക്ക് അനിവാര്യമായിരുന്നു നമുക്ക് ഇന്നലത്തെ മാച്ചിൽ പോസ്റ്റ് മാച്ച് അഥവാ മാച്ചിന് ശേഷമുള്ള സിറ്റി പ്ലേയേഴ്സിനെ പെപ്പിന്റെ റിയാക്ഷൻ മനസ്സിലാക്കാം. ഇന്നലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എർലിംഗ് ഹാളണ്ട് ഇന്നലെ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇന്നലെ ഗെയിമിൽ ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നു, ലിങ്ക് പ്ലേയിൽ ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നു, ഡീപ്പിലോട്ട് വന്ന് കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സവീനോ പ്രോബബ്ലി വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ഗെയിംസ്, ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. ഫോഡൻ ലുക്ഡ് ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിബ്രൂന ലുക്ഡ് ഓക്കെ. ബെറാഡോ സിൽവയുടെ ഇന്നത്തെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇന്നലെ റിക്കോ ലൂയിസ് നല്ലപോലെ ഡിഫെൻഡ് ചെയ്തു. ഒരേ ഒരു കുഴപ്പം പ്രോബബ്ലി ലോങ് റൺ സിറ്റി നമുക്കറിയാം ലെസ്റ്റർ സിറ്റി ഇന്നലെ ധാരാളം ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ഇന്നലെ സിറ്റി ക്ലിനിക്കൽ ഒന്നും അല്ലായിരുന്നു. ഡിഫെൻസീവ്ലി സിറ്റിക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് ഇന്നലത്തെ മാച്ചിലും നമുക്ക് അടിവരയിട്ട് പറയായിരുന്നു. കാരണം കുറേ ചാൻസുകൾ ലെസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ജേമി വാഡിക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ഇന്നലെ വളരെ മോശമായിരുന്നു. ജേമി വാഡിയുടെ ദിവസമായിരുന്നെങ്കിൽ പ്രോബബ്ലി സിറ്റി കൺസീഡ് ചെയ്തേനെ, ജയിക്കോ 2-1 അല്ലെ 2-2 3-2. നമുക്കറിയാം 3 ബിഗ് ചാൻസ് മിസ് ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫിസിക്കാലിറ്റി സിറ്റിക്ക് ഒരു ഇഷ്യൂ ആവും. നമ്മൾ നോക്കുവാണെങ്കിൽ ഫിസിക്കൽ പേസ് ഇപ്പോൾ റിക്കോ ലൂയിസ് പലപ്പോഴും സെക്കൻഡ് പോസ്റ്റിലൊക്കെ ക്രോസ് വരുമ്പോഴേക്കും ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ നമുക്കറിയാം ഏരിയയിൽ റിക്കോ ലൂയിസിന് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ഇന്നലെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി നിന്നെങ്കിലും വേറെ സിറ്റുവേഷൻസ് ലെസ്റ്റർ സിറ്റി ഏരിയൽ ഡ്യൂവൽസ് ഒക്കെ കംഫർട്ടബിളി വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേ ബി അങ്ങോട്ട് അക്കാഞ്ചി റൈറ്റ് ബാക്ക്, ഗോർഡിയോളി ലെഫ്റ്റ് ബാക്ക്, സ്റ്റോൺസ്, റൂബൻ ഡിയാസ് സെന്റർ ബാക്ക് പെയറിംഗ് ഒക്കെ അവർക്ക് കണ്ടിന്യൂസ് കമ്മിങ് 6 months ഇറക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം അവർ അഡീഷൻസ് ജാനുവരി കൊണ്ടുവരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം മക്കറ്റിയുടെ പെർഫോമൻസ് ആയിരുന്നു. മക്കറ്റിനെ എന്തുകൊണ്ട് പെപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ആണെങ്കിലും ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ഗോൾ ക്രിയേറ്റ് ചെയ്തത് മക്കറ്റിയുടെ ഒരു കിടില മൂലം. മക്കറ്റി ലുക്ക് റിയലി ഗുഡ് ഇന്നലത്തെ മാച്ചിൽ എടുത്തു പറയണം. സ്റ്റാൻഡ് ഔട്ട് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത പ്ലേസിൽ ഒരാളാണ്. കൂടാതെ ആളുടെ അഗ്രഷനും സൂപ്പറായിരുന്നു. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നല്ലപോലെ തന്നെ വന്നതിന് ശേഷം പ്രോബ്ലി ആളുടെ നാച്ചുറൽ റോളല്ല ആൾ കളിച്ചതെങ്കിലും ഹി ഡിഡ് റിയലി വെൽ ദെയർ. നല്ലപോലെ തന്നെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്ക് ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. ഈ ലുക്ക് റിയലി ഗുഡ് ഓൺ ദ ബോൾ ആൻഡ് ഫിസിക്കലി ശരിയാണ്, വലിയ ഫിസിക്കൽ സ്ട്രോങ് പ്ലെയർ ആണെന്നല്ല, പക്ഷേ ഫിസിക്കൽ ബാറ്റിൽസിൽ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് ഗുഡ് ടു സി. ഓവറോൾ സിറ്റി ഒരു 2-0 വിക്ടറി ഗ്രൈൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട്. പ്രോബബ്ലി ഇനി ഒരു റണ്ണ് നടത്താനായിട്ടുള്ള സ്റ്റാർട്ട് ആവട്ടെ. നമുക്കറിയാം ആ ഒരു വിക്ടറിക്ക് ശേഷം 11 പോയിന്റ് ഗ്യാപ്പാക്കി ചുരുക്കിയാണ് ടോപ്പ് നിൽക്കുന്ന ലിവർപൂളായിട്ട്. ഇന്നലെ ലിവർപൂൾ ഒരു കളി ജയിച്ചപ്പോൾ അത് 14 പോയിന്റായി. ലിവർപൂളിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്, അത് ജയിക്കുവാണ്. സിറ്റി ആയിട്ടുള്ള ഗ്യാപ്പ് 17 ബട്ട് റിയലിസ്റ്റിക്കലി സിറ്റി ടോപ്പ് 4 റേസിലാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവിടെ നമ്മൾ അടുത്ത മാച്ചിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ ഇറ്റ് വാസ് ലിവർപൂൾ വെസ്റ്റ് ഹാം മാച്ചായിരുന്നു. വെസ്റ്റ് ഹാമിൻ്റെ ഒരു ഹോം മാച്ചായിരുന്നു. എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഈ ലോപ്പട്ടകി എന്താണ് അവിടെ കോച്ച് ചെയ്യുന്നത്? ഇത്രയും നല്ലൊരു ടീമിനെ കിട്ടിയത് വെസ്റ്റ് ഹാം വെച്ച്. പ്രോബബ്ലി ലിവർപൂൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോലും ഇതിനേക്കാളും ഇൻറ്റൻസ് ആയിട്ടുള്ള ബാറ്റിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം ഇറ്റ് വാസ് എ ട്രെയിനിങ് മാച്ച് പോലും ഇതിനേക്കാളും ഇൻറ്റൻസ് ആയിരിക്കും. കാരണം അവരുടെ സീസണിലെ നമ്മൾ ഇന്നലെ സ്ട്രീമിനിടയിലാണെങ്കിലും ലിവർപൂൾ ഫാൻസ് പറയുന്നുണ്ടായിരുന്നു പ്രോബ്ലി ഇത്രയും ഈസിയർ ആയിട്ടുള്ള ഒരു മാച്ച് അവർ സീസണിൽ കണ്ടിട്ടില്ല. കാരണം 6 ബിഗ് ചാൻസുകൾ, 6 ബിഗ് ചാൻസ് ആണ് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ മിസ് ചെയ്തു. സ്കോർ ലൈൻ 5-0 ആണ്. ആ 6 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ 6 കൂടെ കയറ്റി വന്ന് 11-0. ഇന്നലെ സല 2 അസിസ്റ്റും 1 ഗോളും അടിച്ചു. ബട്ട് സല ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ഇറ്റ് വാസ് സല വേഴ്സസ് അരിയോളയാണ്. അരിയോളയുടെ കുറെ മിന്നും സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഡബിൾ ഡിജിറ്റിലോട്ട് സ്കോർ ഇടുന്നില്ല. സല ഒരു 3-4 ഗോൾ അടിച്ചാണ്. ആൻഡ് സല വാട്ട് എ പ്ലെയർ ബ്രോ. ഈ സീസണിൽ അസിസ്റ്റുകൾ തൂക്കുന്നു, ഗോളുകൾ അടിച്ചു കൂട്ടുന്നു.
ബാലൻഡിയോർ റേസ് ഇപ്പം കറന്റ് ബാലൻഡിയോർ കൊടുക്കുകയാണെങ്കിൽ ഹീസ് ദ ഫേവറേറ്റ് വിത്തൗട്ട് എ റൈറ്റ് നൗ വേൾഡ് ഫുട്ബോളിലെ ഈ സീസണിലെ ഏറ്റവും റെഡ് ഹോട്ട് ഫോമിലുള്ള പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ സല എന്ന് പറയേണ്ടി വരും. ഇന്നലെ സലയുടെ ക്ലിനിക്കൽ പെർഫോമൻസ് അല്ലായിരുന്നു, പക്ഷെ എന്നിട്ടും 1 ഗോളും 2 അസിസ്റ്റും. ജോട്ട ഇന്നലെ സ്കോർ ചെയ്തു, ഗ്യാപ്കോ സ്കോർ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് സ്കോർ ചെയ്തു. സോ എല്ലാവരും വന്ന് സ്കോർ ചെയ്തു. ലൂയിസ് ഡിയാസ് സ്കോർ ചെയ്തു. ലൂയിസ് ഡിയാസ് ബാക്ക് ടു സ്കോറിംഗ് വൈസ് ലിവർപൂളിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് ലൂയിസ് ഡിയാസ് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഓവറോൾ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഒരു 5-0 കംഫർട്ടബിൾ വിക്ടറി നേടിക്കൊണ്ടാണ് ലിവർപൂൾ പോകുന്നത്. അപ്പുറത്ത് വറിയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വെസ്റ്റ് ഹാമിന്റെ കാര്യത്തിൽ. കാരണം ഇമാതിരി നല്ല പ്ലേസ് ഇന്നലെ കുഡൂസും അരിയോള വേഴ്സസ് ലിവർപൂൾ പോലെയായിരുന്നു. കുഡൂസ് ഇന്നലെ 1-1 പെർഫോമൻസ് ആയിരുന്നു, അതുപോലെ അരിയോള ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ വാസ് റിയലി ഗുഡ്. സോ ഇവർ രണ്ടുപേരുമാണ് ഇന്നലെ എന്തെങ്കിലും ഒരു ഫൈറ്റ് പുട്ട് ഫോർവേഡ് ചെയ്ത. ബാക്കി പക്വറ്റയാണെങ്കിലും മൗരപ്പാനോസ് ഒക്കെ വളരെ മോശമായിരുന്നു. സമർവില്ലയൊക്കെ പോലത്തെ പ്ലേയേഴ്സ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങാനായിട്ടുണ്ട്. സോ ഇറ്റ്സ് സച്ച് എ റിയലി ഗുഡ് ടീം. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ മോശമായിട്ട് കളിക്കുന്നതെന്ന് അറിയത്തില്ല. ഐ തിങ്ക് ലോപ്പറ്റേക്ക് ഉടനെ തന്നെ സാക്ക് വാങ്ങിക്കാനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ലിവർപൂളിന്റെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്നലെ ഗോമസിനും ഇഞ്ചറി പറ്റി പോവുകയുണ്ടായി. സോ ഹാംസ്ട്രിങ് ഇഞ്ചറി ആണെന്നാണ് കേൾക്കുന്നത്. അധികം സീരിയസ് അല്ലായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ ലിവർപൂളിന്റെ ബെഞ്ചിൽ നിന്ന് ഓപ്ഷനായിട്ട് ഇറങ്ങിയ ക്വാൻഷയാണ്. സോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കൊണാട്ടെ ഔട്ടാണ് ഇഞ്ചറി ആയിട്ട്, ബ്രാഡ്ലി ഔട്ടാണ് ഇഞ്ചറി ആയിട്ട്, ഇന്നലെ ഗോമസും ഇഞ്ചറി പറ്റിപ്പോയി. സോ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു സെന്റർ ബാക്ക് പെയറിംഗ് ഇപ്പോൾ ഉള്ളത് ക്വാൻഷയും അതുപോലെ തന്നെ വാണ്ടേക്കുമാണ്. സോ അവിടെ ഒരു ഇഞ്ചറി കൺസേൺ വന്നാൽ ലിവർപൂളിനകത്ത് തലവേദനയാവും. എൻഡോ സി ബി ആയിട്ടൊക്കെ വേണേൽ കളിപ്പിക്കാം, പക്ഷെ നമുക്കറിയാം എൻഡോ വരുമ്പോഴേക്കും അവിടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാം. സോ ഐ തിങ്ക് ജാനുവരിയിൽ അവരൊരു സെൻട്രൽ ബാക്ക് അഡീഷൻ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ലിവർപൂളിന്റെ കയ്യിലാണ്, ഈ ടൈറ്റിൽ റേസ് ലിവർപൂളിന്റെ കയ്യിലാണ്. കൊണ്ടുപോയി ബോട്ടിൽ ചെയ്യരുത്. ഇത് ഒരു സി ബി അഡീഷൻ FSG ഇവിടെ ഇച്ചിത്തരം കാണിക്കരുത്. അഡീഷൻസ് കൊണ്ടുവന്നേ പറ്റൂ. ഇഫ് ലിവർപൂൾ ഒരു സി ബിനെയും ജാനുവരിയിൽ ആഡ് ചെയ്തില്ലെങ്കിൽ അത് വൺ ബ്ലണ്ടർ ആയിരിക്കും. കാരണം നെക്സ്റ്റ് 6 months ഇഞ്ചറി എന്തായാലും വരും. എന്തെങ്കിലും ലക്ക് ഫാക്ടർ കൊണ്ട് വരാതിരുന്നാൽ ലോട്ടറി. പക്ഷെ എന്തിന് റിസ്ക് എടുക്കണം? അത് രസം അവൈലബിലിറ്റി ഉണ്ട്. ബാർസയുടെ ക്രിസ്ത്യൻസൺ അവൈലബിൾ ആണ്, സ്ക്രീനിയർ അവൈലബിൾ ആണ്, മേ ബി അനദർ സെന്റർ ബാക്സ് അവൈലബിൾ ആയേക്കാം. സോ അവൈലബിലിറ്റി ഉണ്ട്. സോ ലിവർപൂൾ ആണെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ശരിയാണ്, മേ ബി ഒരു 5-10 മില്യൺ കൂടുതൽ പേ ചെയ്യണമെന്നാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. കാരണം ആ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നതിന് വേർത്തിട്ടാണ്. നെക്സ്റ്റ് വീക്ക് യുണൈറ്റഡ് അഗേൻസ്റ്റ് ബ്രാഡ്ലിയും കൊണാട്ടയും വരുന്നുണ്ടെന്ന് കേട്ടു. പക്ഷെ അവരാണെങ്കിലും ഇഞ്ചറി മാറി വന്നാൽ എന്തുമാത്രം ഫിറ്റ് ആയിട്ടാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി ഇനി റക്കറിങ് ഇഞ്ചറി വന്നേക്കാം. സോ അതിനകത്ത് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു CB അഡീഷൻ, 1 CB അഡീഷൻ മസ്റ്റ് ആയിട്ട് ലിവർപൂൾ നടത്തിയിരിക്കണം. അത് ഇന്നലത്തെ മാച്ച് നമ്മൾ കണ്ടതാണ്. അവരുടെ CB അഡീഷൻ കോൺഷ ഇസ് നോട്ട് അപ് ടു ദ മാർക്ക്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈവൻ കോൺഷയൊക്കെ വാണ്ടേക്കിന് ഇപ്പോൾ ഇഞ്ചറി പറ്റി ഇനി ഒരു ബാക്കപ്പ് ഇല്ല. സോ അവിടുന്ന് നമ്മൾ അടുത്തൊരു ബിഗ് കാര്യം പറയാനായിട്ടുള്ളത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ കുറിച്ചാണ്. ന്യൂനോ എസ്പെറിറ്റോ സാന്റോസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംതിങ് എൽസ് ആണ്. നമ്മൾ ട്വിറ്ററിലൊക്കെ കാണുന്ന ഒരു ക്യാമ്പയിനാണ് ഇപ്പം സ്റ്റാച്യൂ ഫോർ ന്യൂനോ എസ്പെറിറ്റോ. കാരണം ന്യൂനോ എസ്പെറിറ്റോ സാന്റോസ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് നേടിക്കൊടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു മാനേജറാകും. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ 1994 ശേഷമാണ് അവർ സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നത് പ്രീമിയർ ലീഗിൽ. നോട്ടിംഗ്ഹാമിന് ഹിസ്റ്ററിയുള്ള ക്ലബ്ബാണ്, 2 ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ള ക്ലബ്ബാണ്, യൂറോപ്യൻ കപ്പ് ഒക്കെ അടിച്ചിട്ടുള്ള ക്ലബ്ബാണ്. സോ അതിനകത്ത് തന്നെ ഹിസ്റ്ററി ഉണ്ട്. പല ബിഗ് ക്ലബ്ബുകളെക്കാളും ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. പക്ഷെ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ ന്യൂനോ എസ്പിരിറ്റോ സാന്റോസ് 94 ശേഷം സെക്കൻഡ് സ്പോട്ട്, 1995 ശേഷമാണ് അടുപ്പിച്ച് 5 ലീഗ് മാച്ചസ് അവർ ജയിക്കുന്നത്. ഇന്നലെ എവർട്ടൺ എവേയിൽ ചെന്നിട്ട് 2-0 ക്രിസ് വുഡും മോർഗൻ ഗിബ്സുമായിട്ട് നേടിയ 2 ഗോളുകളുടെ ബലത്തിൽ 2-0 ഒരു വിജയം നമ്മൾ നോക്കുവാണെങ്കിൽ ന്യൂനോയുടെ ടീം നേടിയുണ്ട്. കാരണം അവർ പോയിന്റ്സ് ടേബിൾ സെക്കൻഡ്. ശരിയാണ്, അവർ ചെൽസി ആർസണലിനേക്കാൾ ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട്. ആ ഗെയിമിനായിട്ട് അവർ രണ്ടുപേരും ജയിക്കുവാണെങ്കിൽ ഇവർക്ക് മേളിൽ പോകും. പക്ഷെ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ഡൂയിങ് ഈസ് സ്പെഷ്യലാണ്. ശരിയാണ്, സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇല്ല. പക്ഷേ പല ക്ലബ്ബുകൾ എഴുതി തള്ളിയ പ്ലേസ്, എസ്പെഷ്യലി എലാങ്ക. വാട്ട് എ പെർഫോമൻസ്! മാൻ യുണൈറ്റഡിൽ കണ്ട എലാങ്ക തന്നെയാണോ ഇത്? എന്നാ പെർഫോമൻസ് എലാങ്ക നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. ക്രിസ് വുഡ്, മോർഗൻ ഗിബ്സുമായിട്ട് എന്തൊക്കെയാണ്, മുറിയിലോ സെന്റർ ബാക്ക് ആയിട്ട്. മാൻ ഇറ്റ്സ് എ സൂപ്പർ ടീം. ഒരു ടീം ആസ് എ ടീം അവർ സഫർ ചെയ്യാൻ അറിയാം, അറ്റാക്ക് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ ലുക്സ് ഡേഞ്ചറസ് ആൻഡ് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അറിയാം. ക്രിസ് വുഡ് പോലത്തെ ഒരു ക്ലിനിക്കൽ ഫിനിഷർ റെഫറൻസ്. സോ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ വെച്ച് എസ്പെറിറ്റോ സാന്റോസ് എന്തെങ്കിലും കാണിച്ചാൽ ഇറ്റ്സ് മാജിക്കൽ തന്നെയാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പറയാനായിട്ടുള്ള സ്പേഴ്സ് മാച്ചിനെ കുറിച്ചാണ്. സ്പേഴ്സ് അവരുടെ ബോട്ടിലിംഗ് ജോബ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആംഗെ പോസ്റ്റെകോഗ്ലു, മേ ബി ഡാനിയൽ ലേവി ആണ് ടോട്ടൻഹാം ഇപ്പൊ കുറച്ചുകൂടെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആയിരുന്നെങ്കിൽ മേ ബി പോസ്റ്റെകോഗ്ലു ഇപ്പൊ സാക്ക് എന്നുള്ള ഒരു ഡിസിഷനൊക്കെ വന്നേനെ. ബട്ട് ഡാനിയൽ ലേവി ടോട്ടൻഹാമിനെ പോളിസീസ് നമുക്കറിയാം. സോ അവർ വെയിറ്റിംഗ് ഗെയിം കളിക്കും.
ആംഗെ പോസ്റ്റോക്കോഗ്ലുവിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ, ആംഗെ പോസ്റ്റോക്കോഗ്ലു പ്രോബ്ലി പ്രസ് കോൺഫറൻസിൽ വന്നുള്ള സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് ഒക്കെ ആയിരിക്കും ആളെ കീപ്പ് ചെയ്യുന്നത്. കാരണം ഐ ഡോണ്ട് നോ, ഇങ്ങനെ ബോട്ടിലിംഗ് ജോബ് ശരിയാണ്. സ്പേഴ്സ് ഇഷ്ടം പോലെ ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ലീഡ് എടുത്തിട്ട് കണ്ടിന്യൂസ് മാച്ചുകളിൽ ലീഡ് ബോട്ടിൽ ചെയ്യുക. ഇന്നലത്തെ മാച്ചിനാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ എമ്മാതിരി ഇന്നലെ ബെൻഡാങ്കോറിന്റെ അതുപോലെ തന്നെ ബ്രണ്ടൻ ജോൺസന്റെ ഗോളിൽ 2 ഗോൾ അടിക്കുന്നു. പിന്നീട് ഒരു ഗോൾ തിരിച്ചടിച്ചിരുന്നു. ലാസ്റ്റ് മൊമെന്റ്സിൽ ലാർസന്റെ ഒരു കിഡിലൻ ഗോളിൽ 2-2 വൂൾസ് ആക്കുകയാണ്. പക്ഷെ ആ 2-1 നിൽക്കുന്ന ടൈമിൽ ഇപ്പൊ സണ്ണിന്റെ ഒരു പെനൽറ്റി മിസ്, അത് ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ കൂടാതെ നമ്മൾ കണ്ടു സോലാങ്കിയും അതുപോലെ ബെൻഡാങ്കോറോടെ ടീംമേറ്റ്സ് തമ്മിൽ ഒരു ബോൾ ഷോട്ട് എടുക്കാനായിട്ട് പോയി കൂട്ടിയിടിക്കുന്നു. അല്ലാതെ തന്നെ എത്ര ചാൻസ് സ്പേഴ്സിന് എത്ര ചാൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നൊന്നും കൺവേർട്ട് ചെയ്യാതെ കണ്ടിന്യൂ. ഇത് 1 മാച്ചോ 2 മാച്ചോ 3 മാച്ചോ, ഇത് എല്ലാ മാച്ചും ഇങ്ങനെ കൊണ്ടുപോയി തുറപ്പിച്ചുകൊണ്ടിരുന്ന ഇറ്റ്സ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ. സ്പേഴ്സ് ഇങ്ങനെ ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ദേ ആർ നോട്ട് ഇൻ ദ ടോപ്പ് 10. അവർ ടോപ്പ് 10 റേസിൽ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ഇപ്പോൾ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ അവർ ടോപ്പ് 10 കയറുമെന്ന് ഡൗട്ടാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ. റൊമേറോ മിക്കി വാൻഡോവിനൊക്കെ ഇനി ഇഞ്ചുറി മാറി വന്നിട്ട് എന്തെങ്കിലും ആയാലായി. ബട്ട് നമുക്കറിയാം റൊമേറോ ഒക്കെ കണ്ടിന്യൂസ് ഇഞ്ചുറി വരാറുള്ള ഒരു പ്ലെയറാണ്. മിക്കി വാൻഡോവിന് ഇപ്പോൾ റെക്കറിങ് ഇഞ്ചുറി വരുന്നുണ്ട്. ആകെ പോസ്റ്റോക്കോഗ്ലുവിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ച് വളരെ എന്നാ പറയുക ഫറ്റീഗ്നെസ് ക്രിയേറ്റഡും ആവും. സോ ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ടോപ്പ് 10 എങ്ങനെയാണ് സ്പേഴ്സ് കയറി മോഹൻ രക്ഷിക്കാൻ നോക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആൻഡ് പ്രീമിയർ ലീഗിൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ലിവർപൂള് 14 പോയിന്റ്സ് ലീഡ് സിറ്റിക്ക് മേലുണ്ട്. അതുപോലെ തന്നെ നോട്ടിംഗം ഫോറസ്റ്റിന് മേലെ 8 പോയിന്റ് ലീഡുണ്ട്. ബട്ട് ഒരു ഗെയിം കുറവേ കളിച്ചിട്ടുള്ളൂ. നോട്ടിംഗം ഫോറസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ഗെയിം കുറവേ കളിച്ചിട്ടുള്ളൂ. സോ ഒബ്വിയസ്ലി ലിവർപൂൾ ആർ ദ ഫേവറേറ്റ്സ് റൈറ്റ് നൗ. ബട്ട് ആർസണലും ചെൽസി, എസ്പെഷ്യലി ആർസണൽ മൈറ്റ് ബി ഒരു പുഷ് നടത്തിയേക്കാം. ജാനുവരിയിൽ അവിടെ ഒരു 1-2 അഡീഷൻസ് നടത്തിയാൽ. ആൻഡ് ഇന്ന് ചെൽസി ഇപ്സിച്ചിനെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. യുണൈറ്റഡ് ന്യൂകാസിലുണ്ട്. സോ പ്രീമിയർ ലീഗ് ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. അവിടെ നമുക്ക് പെട്ടെന്ന് സിറിയയിലോട്ടൊന്ന് കിടക്കാം. സിറിയയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ പ്രോബ്ലി മോസ്റ്റ് ഗ്ലാമറസ് ടൈ മിലാൻ വേഴ്സസ് റോമയായിരുന്നു. സാൻ സീറോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒരു 1-1 ഡ്രോ ആണ് വന്നത്. സോ എക്സ്പെക്റ്റഡ് ഗോൾസിന്റെ കാര്യത്തിലൊക്കെ മിലാൻ മുന്നിട്ട് നിന്നെങ്കിലും റോമ 3 ബിഗ് ചാൻസുകൾ മിസ് ചെയ്യുന്നത് നമ്മളുണ്ട്. ടൈമി റെയിൻഡേഴ്സിലൂടെ AC മിലാൻ ആണ് ലീഡ് എടുത്തത്. ഒരു നല്ല മൂവ് ആയിരുന്നു. റൈൻഡേഴ്സിന്റെ ഒരു കിടിലം ഫിനിഷ്. ആൻഡ് റൈൻഡേഴ്സ് ഓരോ മത്സരം കഴിയുന്നതോറും ഈസ് എ ലക്ഷറിയസ് പ്ലെയർ എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിബാലയിലൂടെ തിരിച്ചൊടനെ തന്നെ റോമ അടിച്ചു. ആൻഡ് ആ മൂവിൽ ഡിബാലയ്ക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത ഡോബൈക്കിന്റെ ആ ഫ്ലിക്ക് സൂപ്പറായിരുന്നു. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടീം വെച്ച് AC മിലാൻ ഇങ്ങനെ കളിച്ചാൽ പറയാം. റോമയുടെ ഗെയിമും അധികം സൂപ്പർ ആയിരുന്നു മറ്റൊന്നും എന്നതല്ല. പക്ഷേ ഇന്നലെ പ്രോബബ്ലി ഈ ഒരു ടീം വെച്ച് AC മിലാന് ആ ഉള്ള ലൈനപ്പ് വെച്ച് ഈ കളി കളിച്ചാൽ പോരാ. AC മിലാൻ ഫൊസൻസ്ക ഇന്നലെ റെഡ് കാർഡ് വാങ്ങിച്ചു. ഇന്നലെ ഒരു പെനൽറ്റി ആർഗ്യുമെന്റിന്റെ ഒരു ഇൻസിഡന്റിൽ ഫൊസൻസ്ക അവിടെ ആർഗ്യൂ ചെയ്ത് ഒരു റെഡ് കാർഡും വാങ്ങിച്ചുകൊണ്ട്. ആൻഡ് ഫൊസൻസ്ക ക്ലിയർലി അണ്ടർ പ്രഷറാണ്. ഈ ഒരു ടീം വെച്ച് AC മിലാൻ ടോപ്പ് 4 ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര നാണക്കേടാണ്. കാരണം അമ്മാതിരി ടീമുണ്ട്. പ്രോബ്ലി ആ ലീഗിൽ തന്നെ ഇന്റർ മിലാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടീം ഉണ്ടെന്ന് തന്നെ ഞാൻ ആർഗ്യൂ ചെയ്യും AC മിലാൻ. കാരണം അമ്മാതിരി ടാലൻസ് ഉണ്ട്, അമ്മാതിരി ഓപ്ഷൻസ് ഉണ്ട്. പ്രോബ്ലി പിയോളി ആ ഒരു സിറിയ ടൈറ്റിൽ അടിച്ച ടീം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒക്കെ സുപ്പീരിയർ ടീമുണ്ട് ഇപ്പോൾ AC മിലാൻ്റെ കയ്യിൽ. സോ എന്നിട്ടും ടൈറ്റിൽ അടിക്കണമെന്നോ മറ്റൊന്നുമല്ല. ബട്ട് ടോപ്പ് 4 റേസിൽ പോലും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. AC മിലാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. സിറിയയിൽ നമുക്കറിയാം AC മിലാൻ എന്തായാലും ടൈറ്റിൽ റേസിലില്ല. അവരെന്തായാലും ടോപ്പ് 4 റേസിലോട്ട് കയറുമോ നമുക്ക് നോക്കാം. ഒരു നല്ല റൺ വേണം. ഫൊസൻസ്ക എന്തായാലും പ്രഷറാണ്. ഫൊസൻസ്ക സാക്കാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഇന്നലത്തെ ഫിയോറന്റീന വേഴ്സസ് യുവന്റസിന്റെ ഹോം മാച്ച് ആയിരുന്നു. അതും ഒരു സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. യുവന്റസിന്റെ 11ാമത്തെ സമനിലയാണ് ഈ സീസണിലെ. യുവന്റസിന്റെ 11ാമത്തെ സമനിലയാണ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? 11 ഡ്രോ ആയി യുവന്റസിന്. 6ാം സ്ഥാനത്താണ്. സ്റ്റിൽ ഞങ്ങൾ ഒറ്റ കളി പോലും തോറ്റിട്ടില്ല ലീഗിൽ എന്ന് പറഞ്ഞ് നടക്കാം. പക്ഷെ 6ാം സ്ഥാനത്താണ്. ഫിയോറന്റീന, നമ്മുടെ ഡീഗയുടെ ഫിയോറന്റീന 5ാം സ്ഥാനത്താണ്. 2 പേർക്കും ഈക്വൽ പോയിന്റ്സ് ആണ്. പക്ഷെ ഗോൾ ഡിഫറൻസിൽ ഫിയോറന്റീനയാണ് മേളിൽ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കെഫ്രാൻ തുറാം തന്റെ യുവന്റസിന് വേണ്ടിയുള്ള ആദ്യ ഗോൾ നേടിയ മത്സരമായിരുന്നു. 2ാമത്തെ ഗോൾ നേടി. സോ ഇന്നലത്തെ മാച്ചിൽ തന്നെ കെഫ്രാൻ തുറാം 2 ഗോൾ അടിച്ചു. സോ അങ്ങനെ യുവന്റസിന് വേണ്ടിയുള്ള സ്കോറിംഗ് ചാർട്ട് ആൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ കെഫ്രാൻ തുറാം അടിച്ചു. തിരിച്ച് ഫിയോറന്റീന ഈ മോയിസസ് കീനിലൂടെ തിരിച്ചടിച്ചു. ബട്ട് മോയിസസ് കീൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ കോമ്പറ്റീഷൻ ഇപ്പോൾ 15 ഗോളായി. ഇന്നലെ ആൾ ഗോൾ അടിച്ചതിന് ശേഷം സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല. നമുക്കറിയാം പുള്ളി യുവന്റസ് ത്രൂ ആണ് കയറി വന്നത്. ആൻഡ് യുവന്റസിന് വേണ്ടി ലാസ്റ്റ് സീസണൊക്കെ ഗോളുകളൊന്നും അടിക്കാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ സീസൺ ഫിയോറന്റീനയിൽ 15 ഗോളുകളോളമായി. അതിനുശേഷം കെഫ്രാൻ തുറാമിലൂടെ 2ാമത് ലീഡ് എടുത്തെങ്കിലും പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിയോറന്റീന 2ാമത് തിരിച്ചടിച്ച് കളി തീരുന്നവർക്ക് മിനിറ്റുകൾക്ക് മുമ്പ് 2ാമത് തിരിച്ചടിച്ച് 2-2 ആക്കുകയും ചെയ്തു. സോ അവിടെ കമ്പിയാസോയുടെ ഒരു മിസ്റ്റേക്കാണ് ആ ഒരു സെക്കൻഡ് ഗോളിലോട്ട് വഴിവെച്ചത് ഫിയോറന്റീനയ്ക്ക് തിരിച്ചു വരാനായിട്ട് മറ്റുമൊക്കെ. സോ
യുവന്റസ് അവസാനം കൊണ്ട് കളഞ്ഞെന്ന് തന്നെ പറയേണ്ടി വരും. ഹോം മാച്ചിൽ ഫ്യോറന്റീന ഈ സീസൺ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്, 5th സ്പോട്ടിലുമുണ്ട്. പക്ഷെ എന്നാലും കയ്യിലിരുന്ന മാച്ച് കൊണ്ടുപോയി കളയുകയായിരുന്നു യുവന്റസ്, ഒരു 2-2 വഴങ്ങുകയുണ്ടായി. സോ ഇപ്പം സിറിയ ടൈറ്റിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ നാപ്പോളിയും 1-0 വെനസിനെ തോപ്പിക്കുകയുണ്ടായി. റാസ്പട്ടോറി നേറിയ ഒരു ഗോളിലാണ് നാപ്പോളി ജയിച്ചത് വെനസ് അഗേൻസ്റ്റ് 1-0. ആൻഡ് ലീഗ് ടേബിൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റൈറ്റ് നോ അറ്റ്ലാന്റയും നാപ്പോളിയുമാണ് 1-2 സ്ഥാനങ്ങളിൽ. ഗോൾ ഡിഫറൻസിൽ അറ്റ്ലാന്റ മുന്നിൽ നിൽക്കുന്നു 41 പോയിന്റുമായിട്ട്. തൊട്ട് കുറേ 1 പോയിന്റ് ഗ്യാപ്പിൽ ഇന്റർ മിലാൻ ഉണ്ട്. ഇന്റർ മിലാൻ ഒരു കളി കുറവേ കളിച്ചിട്ടുള്ളൂ. സോ ആ കളി ജയിക്കുവാണെങ്കിൽ അവർക്ക് ലീഡ് എടുക്കുകയും ചെയ്യാം. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ബിറ്റ്വീൻ ഫ്യോറന്റീനയും അതുപോലെ തന്നെ ഇപ്പം ലാസിയോ 4th ഉണ്ട്, ഫ്യോറന്റീനയും 5th ഉണ്ട്, അതുപോലെ തന്നെ യുവന്റസ് 6th ഉണ്ട്. എന്തായാലും സിറിയ ടൈറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിലും ഈ സീസൺ പ്രീമിയർ ലീഗ് ഒഴിച്ചു കൊടുത്താൽ ലലീഗയും ടൈറ്റായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയയിലും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പുറത്ത് ബുണ്ടസ് ലീഗയിലും പോകുന്നുണ്ട്. ബുണ്ടസ് ലീഗ് 4 പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ. നമ്മൾ നോക്കുവാണെങ്കിൽ ബയൺ മ്യൂണിക്കും ലെവർകൂസനും തമ്മിൽ നമുക്ക് നോക്കാം. എന്തായാലും ലലീഗയും സിറിയയും ഈ സീസൺ ടൈറ്റ് ആവാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ എല്ലാ മാച്ചുകളെ കുറിച്ചും ഒന്ന് പറയാനായിട്ടുള്ള ടൈം സ്റ്റാമ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ. ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് അലോട്ട്. അത്യാവശ്യം ലെങ്തിയാണ്, പക്ഷേ മാക്സിമം മാച്ചസ് കവർ ചെയ്തിട്ടുണ്ട്. സോ മറ്റ് പല മാച്ചുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഫുള്ളാം ബോൺമുത്ത് ഒക്കെ നടന്നിരുന്നു. അത് ഈ ഡ്രോയിൽ പിരിഞ്ഞു. ക്രിസ്റ്റൽ പാലസ് സൗത്താംപ്ടൺ ഡ്രോയിൽ പിരിഞ്ഞു. ക്രിസ്റ്റൽ പാലസ് 2-1 ജയിക്കുകയുണ്ട്. സോ അങ്ങനെ കുറേ മാച്ചുകൾ നടന്നു. അതൊന്നും കൂടുതൽ കവർ ചെയ്യുന്നില്ല. നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.